മുൻ കണ്ണൂര് എ.ഡി.എം. നവീന് ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസില് സിബിഐക്ക് അന്വേഷണം വിട്ടുകൊണ്ട് പുതിയ യു.ഡി.എഫ്. സർക്കാർ എടുത്ത തീരുമാനം കണ്ണൂരിലെ സിപിഎം നേതൃത്വത്തിന് വലിയ രാഷ്ട്രീയ തലവേദനയായി മാറും. ഇടതുപക്ഷ സർക്കാർ ഇത്രയും കാലം കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുകയും മുഖം തിരിക്കുകയും ചെയ്ത സിബിഐ അന്വേഷണമാണ് ഇപ്പോൾ ബൂമറാങ് പോലെ പാർട്ടി നേതൃത്വത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നത്. നവീന് ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ആഭ്യന്തര വകുപ്പില് നിന്ന് സിബിഐ അന്വേഷണത്തിനായുള്ള ഔദ്യോഗിക വിജ്ഞാപനം ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകള്. അധികാരത്തിലേറി ഒരു മാസം തികയുന്നതിനു മുൻപ് പുതിയ സർക്കാർ സിബിഐക്ക് വിടുന്ന ആദ്യ പ്രധാന കേസാണിത്. കേസില് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തില് പി. ദിവ്യയെ മാത്രമാണ് ഏകപ്രതിയാക്കിയിരുന്നത്. പാർട്ടിക്ക് ഉള്ളിലോ അല്ലെങ്കിൽ അതിലും ഉയർന്ന തലങ്ങളിലോ ഉള്ള മറ്റ് നേതാക്കളിലേക്ക് അന്വേഷണം നീളാതെ ദിവ്യയില് മാത്രം കേസ് ഒതുക്കിത്തീർക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന ആരോപണം തുടക്കം മുതലേ ശക്തമായിരുന്നു. എന്നാൽ കേന്ദ്ര ഏജൻസിയായ സിബിഐയുടെ വരവോടെ മുൻപ് മൂടിവെക്കപ്പെട്ട കാണാച്ചരടുകൾ പുറത്തുവരുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി നേതൃത്വം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളില് നവീന് ബാബുവിന്റെ കുടുംബം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സന്ദർശിച്ച നവീന് ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സഹോദരന് പ്രവീണും ഉൾപ്പെടുന്ന സംഘം നിലവിലെ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും സിബിഐ അന്വേഷണത്തിലൂടെ മാത്രമേ യഥാർത്ഥ സത്യം പുറത്തുവരികയുള്ളൂവെന്നും ബോധ്യപ്പെടുത്തിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നവീന് ബാബുവിന്റെ മരണത്തില് പ്രത്യേക പോലീസ് സംഘത്തിന്റെ അന്വേഷണം കുറ്റമറ്റതാണെന്ന നിലപാടാണ് മുൻപ് പിണറായി സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരുന്നത്. സിബിഐ അന്വേഷണത്തെ അന്നത്തെ ഭരണകൂടം അതിശക്തമായി എതിർക്കുകയും ചെയ്തു. നവീന് ബാബുവിന് കൈക്കൂലി നൽകിയെന്ന് അവകാശപ്പെടുന്ന ചെങ്ങളായിലെ പെട്രോള് പമ്പ് വ്യവസായ സംരംഭകന് കെ.വി. പ്രശാന്തനെ കേസില് പ്രതിയാക്കാന് പോലും പോലീസ് തയ്യാറാകാതിരുന്നത് പാർട്ടിയുടെ ഉന്നത ഇടപെടല് കാരണമാണെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. 2024 ഒക്ടോബർ 15-നാണ് നവീന് ബാബുവിനെ പള്ളിക്കുന്നിലെ ഔദ്യോഗിക ക്വാർട്ടേഴ്സില് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. യാത്രയയപ്പ് യോഗത്തില് ക്ഷണിക്കപ്പെടാതെ എത്തി നവീന് ബാബുവിനെ പരസ്യമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ദിവ്യയെ പ്രതിയാക്കിയെങ്കിലും പൊതുസമൂഹവും കുടുംബവും ഉന്നയിച്ച പല സുപ്രധാന ചോദ്യങ്ങൾക്കും മറുപടി നൽകാതെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് അന്വേഷിച്ച കണ്ണൂര് റേഞ്ച് ഡിഐജി യതീഷ് ചന്ദ്ര, സിറ്റി പോലീസ് കമ്മീഷണർ പി. നിതിൻരാജ്, അന്നത്തെ എ.സി.പി. ടി.കെ. രത്നകുമാര് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കേസ് അട്ടിമറിക്കാന് കൂട്ടുനിന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരില് ഒരാളായ ടി.കെ. രത്നകുമാര് പിന്നീട് ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്ക് സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് ഈ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ സ്വഭാവം നൽകുന്നു. കൂടാതെ കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ തുടരന്വേഷണത്തില് പി. ദിവ്യയുടെ ഫോൺ കോള് വിവരങ്ങള് പൂർണ്ണമായി ഹാജരാക്കാതെ പോലീസ് ഒളിച്ചുകളി നടത്തിയതും വിവാദമായിരുന്നു. ജനുവരി മുതൽ നവംബർ വരെയുള്ള കോള് വിവരങ്ങള് ആവശ്യപ്പെട്ട കോടതിക്ക് മുൻപാകെ ഭാഗികമായ വിവരങ്ങൾ മാത്രമാണ് പ്രോസിക്യൂഷന് നൽകിയത്. ഇത് പ്രതികളെയും അവരെ സഹായിച്ച പാർട്ടി നേതാക്കളെയും സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന ആക്ഷേപം ശക്തമാണ്. പോലീസ് അന്വേഷണത്തിലെ 13 ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാണ് നവീന് ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ തുടരന്വേഷണ ഹർജി നൽകിയത്. തുടരന്വേഷണം ആവശ്യമില്ലെന്ന പോലീസിന്റെ വാദം തള്ളിക്കൊണ്ടായിരുന്നു കോടതി ഉത്തരവ്. അഴിമതി ആരോപണം ഉന്നയിച്ച പ്രശാന്ത് നവീന് ബാബുവിന്റെ ക്വാർട്ടേഴ്സ് പരിസരത്തെത്തിയോ എന്ന് പരിശോധിക്കാനുള്ള CCTV ദൃശ്യങ്ങള്, പ്രശാന്ത് കൊയ്യം സർവീസ് സഹകരണ ബാങ്കില് സ്വർണം പണയം വെച്ച് പണം കണ്ടെത്തിയെന്ന വാദത്തിന്റെ രേഖകള്, വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴികള് എന്നിവയിലെല്ലാം വ്യക്തത വരാനുണ്ട്. ഈ സാഹചര്യത്തില് സിബിഐ കേസ് ഏറ്റെടുക്കുന്നതോടെ കൃത്യമായ ശാസ്ത്രീയ അന്വേഷണവും ഫോൺ രേഖകളുടെ സൂക്ഷ്മ പരിശോധനയും നടക്കും. ഇത് കേസൊതുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരിലേക്കും ദിവ്യയെ കൂടാതെ ഇതിന് പിന്നില് പ്രവർത്തിച്ച മറ്റു ഉന്നത സിപിഎം നേതാക്കളിലേക്കും അന്വേഷണം എത്തിക്കുമെന്നതിനാല് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ് പാർട്ടി കണ്ണൂരില് നേരിടാന് പോകുന്നത്.